ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിസംബർ മന്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു റേഞ്ചിലേക്ക് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു ബിയറിഷ് ട്രെൻഡൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലേ. പല ആൾക്കാരും ചോദിച്ചതായത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഇത് എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ വർഷം എന്താണോ ചെയ്തത് അത് തന്നെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ അതേപോലെ തന്നെ ചെയ്യില്ല. ചില മാസങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം വരും. അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് നമ്മുടെ ജോലി. വേറെ ഒരു ജോലിയും നമുക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഡിസംബർ മാസമാണ്. പിന്നെ 2024 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളത്തെ ട്രേഡ് വെച്ച് നോക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ ട്രേഡുകൾ. ഇപ്പോൾ നമുക്ക് വരുമാനം വന്നത് കറക്റ്റായിട്ട് സോർട്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം പോലെയല്ല. അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മൾ IT ഫയൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിച്ച് തുടങ്ങി. നേരത്തെ എന്ന് പറഞ്ഞാൽ അധികം വലിയ വരുമാനം ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രേഡിങ്ങിൽ അടിപൊളിയായിട്ട് പോകുന്നു. കോഴ്സിലാണ് ഞാൻ കുറച്ചെങ്കിലും മടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറേ പേരുടെ നമ്മൾ പ്രീ ബുക്കിംഗ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ പേരുടെ ക്ലാസ്സുകൾ നമ്മളെടുത്തു. പക്ഷേ ചെയ്ത ക്ലാസ്സൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ജാനുവരി മുതൽ ഫുൾ പവറിലിരിക്കാം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് എത്ര നാൾ മൂവ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ജാനുവരി പകുതിയോടെ അല്ലെങ്കിൽ ജാനുവരി ഫുള്ളോ അല്ലെങ്കിൽ ഫെബ്രുവരി പകുതി വരെ കാണാം. അത് മാറുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ വീക്കിലി അനാലിസിസ് എന്തായാലും പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വീക്ക് പോയതെന്ന് നോക്കാം. നമുക്ക് മന്ത് നോക്കുമ്പോൾ ഒരു 3 മാസമായിട്ട് റേഞ്ച് അല്ലേ. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തെ നോക്കുമ്പോൾ നവംബർ മാസത്തെ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീക്കിലേക്ക് വരാം. കഴിഞ്ഞ വീക്ക് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ വീക്ക് കുറച്ച് വീക്കുകളായിട്ട് പ്രൈസ് സൈഡ് വേ ട്രെൻഡാണ്. കഴിഞ്ഞ വീക്ക് അതിൻ്റെ മുമ്പത്തെ വീക്കിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിച്ചത്. മുമ്പത്തെ വീക്ക് എങ്ങനെ ഒരു പ്രൈസ് ബുള്ളിഷിലേക്ക് പോയിട്ട് അതേ പൊസിഷനിലേക്ക് വന്നു. ഇതേപോലെ പ്രൈസ് നല്ല രീതി ബിയറിഷിലേക്ക് പോയിട്ട് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല POകളാണ് റിയാക്ട് ചെയ്യുന്നത്. അതാണ് പല ആൾക്കാർക്കും ട്രേഡ് എടുക്കാൻ പറ്റാത്തത്. പല ആൾക്കാർക്കും ട്രേഡ് എടുത്തിട്ട് ബ്രേക്ക് ഈവനും സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കുന്നത് അതാണ്. പക്ഷേ കുറേ പേരൊക്കെ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ചെറിയത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും ബെറ്റർ ടൈം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൂവ്മെൻറ്റ്സ് പ്രോഫിറ്റ് എടുത്ത് മാറാം. വലിയ സ്റ്റോപ്പ് ലോസ് ഇല്ല അവരെ സംബന്ധിച്ച്. അപ്പോൾ സിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കാണ് സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ കുറച്ചും കൂടി നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസും ബ്രേക്ക് ഈവനൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസം 3-ാമത്തെ ദിവസം പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് പോയി തിരിച്ച് റിട്ടേൺ കയറി വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ചെറിയ ഫെയർ വാല്യൂ ഒക്കെ ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെയൊക്കെയാണ് ഈ തിരിച്ച് കയറി വന്നേക്കുന്നത്. അല്ലാതെ ഈ ഒരു ക്യാൻഡിൽ വലിയ സ്ട്രോങ് ഒന്നുമല്ല. ഈ ഒരു പൊസിഷൻ തന്നെ സ്ട്രോങ് അല്ല, ഫേക്കാണ്. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരേണ്ട സമയമേ കഴിഞ്ഞു. ഈ വീഴ്ച ഇതും ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരേണ്ടതാണ്. പക്ഷേ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് പോലും റിയാക്ട് ചെയ്യുന്നൊരു മാസമാണ് ഡിസംബർ മാസം. നമുക്ക് 4 hours വരാം. നമുക്ക് ഈ 4 hours ഡേയിലേക്കൊന്നും പറയാനൊന്നും ഇല്ലെന്ന് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ചെറിയ ലോ ടൈം ഫ്രം സെക്ഷനും പ്രീവിയസ് ഡേയുടെ ഇതൊക്കെ നോക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് 4 hourലും പ്രൈസ് ഓൾറെഡി ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, 1 hourലേക്ക് വരാം. 1 hourലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 hourലും പ്രൈസ് ബിയറിഷിലേക്ക് ചേഞ്ച് ഓഫ് കയറ്റ് വന്നു. അപ്പോൾ നമുക്ക് പ്രൈസ് ഓൾറെഡി നമ്മൾ നോക്കുമ്പോൾ 4 hourൽ പ്രൈസ് ബിയറിഷ് ചേഞ്ച് ഓഫ് കയറ്റ് വന്നിട്ടുണ്ട്. 1 hourൽ പ്രൈസ് ബിയറിഷ് ചേഞ്ച് ഓഫ് കയറ്റ് വന്നിട്ടുണ്ട്. ഡേയിൽ മാത്രമാണ് പ്രൈസ് ഇപ്പോഴും ബുള്ളിഷ്, ഡേ വീക്ക് മന്തൊക്കെ. അപ്പോൾ 1 hourഉം 4 hourൊക്കെ ബിയറിഷ് തന്നേക്കണതുകൊണ്ട് തന്നെയാണ് പ്രൈസ് ഒന്ന് ബിയറിഷിലേക്ക് മൂവ് ചെയ്യുന്നത് കേട്ടോ. 4 hourലൊക്കെ നോക്കി കഴിഞ്ഞാൽ ബിയറിഷ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഈ മൂവ്മെൻറ്റ്സ് പല ആൾക്കാരും പറഞ്ഞു ചേട്ടാ ഇത് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. പല ആൾക്കാർക്കും ചില ആളുകളൊക്കെ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ എടുത്ത്. അപ്പോൾ പല ആൾക്കാരും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ്സിൻ്റെ ഇവിടെ നിന്ന് ബൈ ചെയ്തു. പക്ഷേ ഈ ബൈ ഞങ്ങൾ പലപ്പോഴും ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് നോക്കുമ്പോൾ ടാർഗറ്റ് അടിക്കുന്നില്ല കേട്ടോ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയില്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല POകളും പല പൊസിഷൻസും റിയാക്ട് ചെയ്യും. വളരെ മൈന്യൂട്ടായിട്ടുള്ള പണ്ട് എപ്പോഴും ഫെയിലായി പോകുന്ന പൊസിഷൻസൊക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. പല ആൾക്കാരും ഇങ്ങനെ ടാർഗറ്റ് വെച്ച്, അപ്പോൾ ഈ ടാർഗറ്റ് അടിക്കാതെ പ്രൈസ് ഇറങ്ങി. ഇപ്പോൾ ഇതെന്താണ്? ഇപ്പോൾ ഇവിടെ നമുക്ക് ഏത് പൊസിഷൻ വെച്ച് നോക്കും? ലോവർ ടൈം ഫ്രെയിമിൽ പോയി നോക്കണോ? എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ ഇതിൻ്റെ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ ഒന്നും പോയി നോക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നോക്കിയേ, ഇതും ഒരു ഓർഡർ ഫ്ലോ അല്ലേ. ഫസ്റ്റ് ഓർഡർ ഫ്ലോ നോക്കിയേ,
ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് വന്ന് മിറ്റിഗേഷൻ. ഇവിടെ നിന്നാണ് റിയാക്ട് ചെയ്യുന്നത്. ഷാർപ്പ് റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ടാർഗറ്റ് വെക്കുമ്പോൾ ഇങ്ങോട്ടും കൂടി ഒന്ന് നോക്കണേ, എപ്പോഴും ബെറ്റർ ആയിരിക്കും. പണ്ട് നോക്കാറില്ല, ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയില്ലേ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ടോട്ടൽ സ്ട്രക്ചർ നോക്കുമ്പോൾ എന്താണ്, ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനെ ബിയറിഷ് മൂവ്മെൻറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബോഡി ബ്രേക്ക് നടന്നു. നെക്സ്റ്റ് ലോ ഏതാണ്? നെക്സ്റ്റ് ലോ ഇതാ. ഈ ലോ അല്ലേ പിന്നീട് റിയാക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചു ഈ ലോയ്ക്ക് ഇത്ര റിയാക്ഷൻ തരുമെന്ന്. നെക്സ്റ്റ് ലോ ഏതാണ്? നെക്സ്റ്റ് ലോ ഇതല്ലേ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ ഇതും ഒരു ഓർഡർ ഫ്ലോ ആണ്. അതല്ലേ ഇപ്പോൾ വന്നേക്കണത്. അതിൽ നേരത്തെ വന്നപ്പോൾ തൊട്ടടുത്തുനിന്നാണ് ഇറങ്ങിപ്പോയേക്കണത്, ടച്ച് ചെയ്തിട്ടില്ല കണ്ട. പക്ഷെ രണ്ടാമതോ മൂന്നാമതോ വന്നു കഴിഞ്ഞപ്പോൾ അതും റിയാക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ. എന്താണെന്ന് വെച്ചാൽ വലിയ മൂവ്മെൻറ്റ്സ് എടുക്കാൻ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആൾക്കാർ ഇങ്ങനെ തന്നെ സൂം ചെയ്ത് വെച്ചിട്ട് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണേ, ഒരു ഗുണമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി ബെറ്റർ ആയിട്ട് ട്രേഡ്സ് നോക്കാം. രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കാൻ തന്നെ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഒരുപാട് ട്രേഡുകളൊന്നും എടുക്കണ്ട. കിട്ടുന്ന ട്രേഡുകൾ അടിപൊളിയായിട്ട് മാനേജ് ചെയ്യുക. പ്രീവിയസ് ഹൈയും ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക. ബിയറിഷിലേക്ക് നല്ല സാധ്യതകൾ ഇപ്പോൾ പ്രൈസ് തരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടുതലും ബിയറിഷിലായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പ്രൈസ് ബുള്ളിഷിലേക്ക് തന്ന. എന്നാലും പെട്ടെന്നായിരിക്കും പ്രൈസ് ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് കണ്ടിട്ട് ഈ ട്രേഡ് എടുക്കുക, ഈ ട്രേഡ് പോയി ഈ മൂവ്മെൻറ്റ്സ് നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇത് പ്രീവിയസ് ഹൈയും ലോയൊക്കെ തന്നെ ടാർഗറ്റ് വെക്കുക. ഈ രണ്ട് മൂവ്മെൻറ്റ്സ് കണ്ടിട്ട് ഈ 10-20 മൂവ്മെൻറ്റ്സിൽ പോയിട്ട് അതേ സെയിം ട്രേഡ് എടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് മാർക്കറ്റിൽ പെട്ടെന്ന് വരാം, പ്രതീക്ഷിക്കാത്ത സമയത്ത് വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് വന്ന സമയത്തൊക്കെയാണ് ഈ മൂവ്മെൻറ്റ് വന്നത്. ആ മൂവ്മെൻറ്റ് വന്ന് ഇവിടെ നിന്ന് നല്ലൊരു 50 മിനിറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ധൈര്യമായിട്ട് കയറി എടുത്തോന്ന്. 50 മിനിറ്റിലൊക്കെ വന്നെയാണെങ്കിൽ നോക്കിയേ, ആ ഇൻഫ്ലേഷൻ റേറ്റ് വന്നു. ഇവിടെ നിന്ന് 50 മിനിറ്റിൽ കൺഫർമേഷൻ ഇല്ല, ഇവിടെ കൺഫർമേഷൻ ഇല്ല, ഇവിടെ കൺഫർമേഷൻ ഇല്ല. വേണ്ട, ഒരു സിംഗിൾ ക്യാൻഡിൽ വന്നു, ബോഡി ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ഡേ മിറ്റിഗേഷൻ നടത്തി. പ്രൈസ് അവിടെ നിന്നാണ് പറന്ന് കയറിപ്പോയത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോക്കി വെക്കണമെങ്കിൽ നല്ല നല്ല പ്രോഫിറ്റ് എടുത്ത് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് ഇവിടെ ഒരു ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാർഗറ്റ് വെക്കാം. അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയതുപോലെയാണെങ്കിലും നോക്കാം. ഇപ്പോൾ നിങ്ങൾ 1 അവറിലൊക്കെ വന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് ഏറ്റവും പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ചെറിയ ചെറിയ ട്രേഡുകൾ നോക്കുക, പ്രോഫിറ്റും അതേപോലെ തന്നെ മാനേജ് ചെയ്യുക. ഒരിക്കലും വലിയ റിസ്ക് കൊണ്ട് ഇടരുത്. ചില ആളുകളൊക്കെ നമ്മുടെ അടുത്ത് പഠിക്കാത്ത ചില ആളുകളൊക്കെ എനിക്ക് അയച്ചു തന്നെ ഒരു പൊസിഷനിൽ നിന്ന് ഒരുപാട് ട്രേഡ് സെയിം റിസ്ക് വെച്ച് അവർ സാധാരണ ഒരു ട്രേഡ്, ഇപ്പോൾ ഈ ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചു, ഈ ട്രേഡ് കിട്ടി. ഇപ്പോൾ ഒരു ലോട്ടാണ് എടുക്കണമെങ്കിൽ ആ ലോട്ട് എടുത്തു പോകും. പക്ഷെ ചില ട്രേഡുകൾ ഇങ്ങനെ നിൽക്കണ കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു ലോട്ട് എടുത്തു, സെക്കൻഡ് ലോട്ട് എടുത്തു, തേർഡ് ഒരു ലോട്ട് എടുത്തു. ഈ വരുന്ന ഓരോ പൊസിഷൻ അപ്പോൾ എത്രയോ റിസ്ക്കായി. ഈ ഒരു ട്രേഡ് പ്രോഫിറ്റ് അടിക്കുമ്പോൾ ഇവിടെ നിന്ന് 3-4 ട്രേഡ് ഇതേ സെയിം റിസ്കിൽ തന്നെ എടുക്കണം. ഈ 4 ട്രേഡും ലോസ് അടിക്കുമ്പോൾ ഒരു ട്രേഡിനെ കൊണ്ട് 4 ഇരട്ടി റിസ്ക് അല്ലേ വെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ പൊട്ടത്തരമാണ്. കറക്റ്റായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക, അതേപോലെ ട്രേഡും മാനേജ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസംബറിൽ ലാസ്റ്റ് വീക്കും അതേപോലെ നെക്സ്റ്റ് വീക്കൊക്കെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ഇതേ മൂവ്മെൻറ്റ്സ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നോക്കി ട്രേഡ് എടുത്താൽ മതി. ട്രേഡ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത് നല്ല നല്ല ട്രേഡ്സുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നല്ല നല്ല ട്രേഡ്സുകളുണ്ട്. ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സുകളെന്ന് പറയാം. ആ മൂവ്മെൻറ്റ്സ് ട്രേഡ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരുപാട് ഇപ്പോൾ കറൻസി ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന അത്രയും പിപ്പ് മൂവ്മെൻറ്റ്സ് എടുക്കുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ അവസരത്തിന് അനുസരിച്ച് നമ്മുടെ ട്രേഡുകൾ പക്കയായിട്ട് മാനേജ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പ്രോഫിറ്റിൽ പോകാൻ പറ്റുള്ളൂ. ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ഓൾറെഡി ബിയറിഷ് ട്രെൻഡ് തന്നെയാണ് ബ്രിട്ടീഷ് പൗണ്ടിൽ. ഈ മാസവും പ്രൈസ് ബിയറിഷാണ്. ഇപ്പോൾ പ്രൈസ് വന്ന് പോകുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് മന്തിൻ്റെ ലോ എടുത്തിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നല്ല റിയാക്ഷൻ ആയിരുന്നു ആ ട്രേഡ്. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു ലോയിലാണ് പ്രൈസ് വന്ന് നിന്നത്. ആ പ്രൈസ് ഒന്ന് വന്ന് റിയാക്ട് ചെയ്ത് പോയി. ഇപ്പോൾ അതിൻ്റെ ലോ വീക്ക് ബ്രേക്ക് നടത്തിയിട്ടുണ്ട്. വീണ്ടും പ്രൈസ് കയറി പോകുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഏകദേശം ഇവിടം വരെ വന്നിട്ടുണ്ട്. വീണ്ടും ബോഡി ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ വരുന്നത്. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വരുമ്പോൾ പ്രൈസ് നല്ലൊരു ബിയറിഷിലാണ്. ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞ മൺഡേ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആ ഗ്യാപ്പ് നല്ല ഫില്ല് ചെയ്ത് ഗ്യാപ്പിലേക്കൊക്കെ ട്രേഡ് എടുത്ത് പല ആൾക്കാരും ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. GBP അതേപോലെ ഗോൾഡിലേക്ക് ഇങ്ങനെ ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് വന്ന ഉടനെ തന്നെ ഫില്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇനി പ്രൈസ് ഇവിടെ നമുക്ക് വിക്ക് ബ്രേക്ക് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പ്രൈസ് ഇനി വന്നത് ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പുതിയൊരു സ്ട്രക്ചർ കിട്ടി. ഈ സ്ട്രക്ചറിൽ നിന്ന് സെല്ല് നോക്കാനായിട്ട് നോക്കുക.
അതേപോലെ തന്നെ 1 അവറിലേക്ക് വരികയാണെങ്കിൽ പ്രൈസ് 1 അവറിലും ബിയറിഷ് തന്നെ. 1 അവറിൻ്റെ ഈ POയിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ട്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഡിസിഷനും എക്സ്ട്രീമുമാണ്, ഒരു ഓർഡർ ഫ്ലോ ഉണ്ട്. ഈ ഓർഡർ ഫ്ലോയിലേക്ക് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ പൊസിഷനിൽ നിന്നൊക്കെ ട്രേഡ് നോക്കാവുന്നതാണ്. ഈ ഒരു ഓർഡർ ഫ്ലോ എന്നൊക്കെ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്, അതിൻ്റെ കഴിഞ്ഞ് കിടക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 50 മിനിറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതേ സംഭവം തന്നെയാണ് പ്രൈസ് ബിയറിഷിലേക്ക്. പക്ഷേ നിങ്ങൾക്ക് സെക്ഷൻ്റെയൊക്കെ ഒരു ഹൈയൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സെല്ലൊക്കെ നോക്കാവുന്നതാണ്. നല്ല എൻട്രീസ് GPUST ഉണ്ട്. നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് പോവാം. സെയിം തന്നെ അല്ലേ, നല്ല രീതിയിൽ ഓസ്ട്രേലിയൻ ഡോളർ ബിയറിഷിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് ഈ മാസം. നല്ലൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട് അല്ലേ, നല്ലൊരു മൂവ്മെൻറ്റ്സ് ആയിരുന്നു. ഏകദേശം ഇവിടെ നിന്ന് നമ്മുടെ ഒരു PO ഉണ്ടായിരുന്നു, അവിടെ നിന്നുള്ള റിയാക്ഷൻ ആയിരുന്നു. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു ലോ എടുക്കാനുള്ള സാധ്യത തന്നെയാണ്. ചിലപ്പോൾ ഈ ലോ എടുത്ത് പ്രൈസ് മൂവ് ചെയ്യാം. ഈ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ട് പ്രൈസ് നല്ല പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡെയിലേക്ക് വരാം. ഡെയിലി എങ്ങനെയാണ്, ഡെയിലി വന്നു കഴിയുമ്പോൾ നമ്മുടെ എക്സ്ട്രീം മേജർ ലോയിൽ വന്നിരിക്കണേ അല്ലേ. മേജർ ലോയിൽ വന്നിരിക്കണമെങ്കിൽ ഇപ്പോൾ ആ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി എടുത്തതിൻ്റെ റിയാക്ഷനാണ്. ഈ ഒരു ലിക്വിഡിറ്റി കണ്ടോ, ഈ ലിക്വിഡിറ്റി എടുത്തതിൻ്റെ റിയാക്ഷനാണ്. പക്ഷേ ഇത് ഉടനെ തന്നെ ചിലപ്പോൾ കയറി വന്നിട്ട് നെക്സ്റ്റ് വീക്ക് തന്നെ വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും പ്രൈസ് ബിയറിഷിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ബിയറിഷിലേക്കൊക്കെ നല്ലൊരു പൊസിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, 4 അവർ നല്ല രീതിയിൽ ബിയറിഷാണ്. അപ്പോൾ ബിയറിഷിലേക്കൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യും. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഒരു ഡിസിഷൻ മൊബൈൽ എക്സ്ട്രീം മൊബൈലൊക്കെ എത്തുന്നതിന് മുമ്പ് റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ ഒരു സെക്ഷൻ്റെ ഹൈ എടുത്ത് ആ റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ സെക്ഷൻ്റെ ഹൈയിൽ നിന്ന് പ്രൈസ് പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു ടൈമിൻ്റെ പ്രത്യേകത. നമ്മൾ വളരെ ചെറിയ PO എന്ന് വിചാരിക്കുന്ന, ചെറിയ റിയാക്ഷൻ വരുന്ന PO എന്ന് വിചാരിക്കുന്നത് അതായിരിക്കും റിയാക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വരുമ്പോൾ അതേപോലെ ഹോൾഡ് ചെയ്യുമ്പോൾ അത് ഫെയിലായി നമ്മുടെ POയിലേക്കൊക്കെ ഒന്ന് കയറായി ഇതേപോലെ. അപ്പോൾ അങ്ങനെയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എടുക്കുന്ന ട്രേഡുകൾ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സിൽ നിന്ന് എല്ലാത്തിൽ നിന്നും റിയാക്ഷൻ ഉണ്ടാവും, പക്ഷേ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാത്തത് കൊണ്ട് മാത്രമായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ലോസ് വരാനുള്ള സാധ്യത. ഇതൊക്കെ നല്ലൊരു പൊസിഷനാണ്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ നല്ല സെല്ല്. ഇപ്പോൾ ഈ ലോ പോയ ഡേയിൽ പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കാതെയാണ് പ്രൈസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആ ഒരു ലോയിലേക്ക് വരെ നിങ്ങൾക്ക് ട്രേഡ് നോക്കാവുന്നതാണ്. EURUSD ഇപ്പോൾ മന്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാത്തിലും ബിയറിഷാണ്, അത് തന്നെ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഗോൾഡിൽ കണ്ടതുപോലെ തന്നെ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് ഡിസംബർ മാസം കാണുന്നത്. വീക്കാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഈ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞത് ഇപ്പോൾ വേണമെങ്കിലും എത്താം. ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് എടുത്താൽ അടുത്തൊരു 2 ആഴ്ച കൊണ്ട് എത്താം, ചിലപ്പോൾ പതിയെ വരാം. നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാലും ഡെയിലി പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കണം. പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് വീണ്ടും പുൾ ബാക്ക് എടുക്കും. ആ ട്രേഡൊക്കെ നിങ്ങൾക്ക് സെക്ഷനിൽ നിന്നും പ്രീവിയസ് ഡേയുടെ നിന്നും അതേപോലെ പ്രീവിയസ് മന്തിൻ്റെ ലോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസംബർ മന്തിൻ്റെ നവംബർ മന്തിൻ്റെ ഇൻസൈഡാണ് ഡിസംബർ. അതിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് EURUSD ട്രേഡ് ചെയ്യുന്നവർക്ക് ബൈ നോക്കാവുന്നതാണ്. അത് നമുക്ക് സെക്ഷനും അതേപോലെ തന്നെ ബാക്കിയുള്ള 50 മിനിറ്റ് അതേപോലെ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ നിന്നൊക്കെ സെല്ല് നോക്കാവുന്നതാണ് അതിൻ്റെ POയിലൊക്കെ വരുമ്പോൾ. ഓൾറെഡി ഇവിടെയൊക്കെ നല്ലൊരു പൊസിഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ട്രേഡൊക്കെ എടുക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആളുകൾ ട്രേഡ് എടുക്കും, മൂവ് ചെയ്ത് ഈ ഒരു ലോയൊക്കെ ടാർഗറ്റ് അടിക്കുമ്പോഴും പ്രോഫിറ്റ് എടുക്കാത്തതുകൊണ്ടാണ് ഈ സാധനം വീണ്ടും കയറി വന്ന് ഈ മേജർ ഹൈന പ്രൈസ് വീക്ക് ബ്രേക്കാണ് നടത്തിയത്. ധൈര്യമായിട്ട് അവിടെ നിന്ന് വീണ്ടും സെല്ലെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ട്രേഡിന് ഈ ലോ ഒന്നുമല്ല, ഈ ലോ തന്നെ ടാർഗറ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. പക്ഷേ ടൈം എടുക്കും പ്രൈസ് ഇറങ്ങി, നല്ല എഫിഷ്യൻസ് ആയിട്ടാണ് പ്രൈസ് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ പ്രൈസ് ഇനിയും നല്ല രീതിയിൽ ബിയറിഷിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുന്നത്. 1 അവറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതേ സെയിം സെറ്റപ്പ് തന്നെയാണ്. ആ ഒരു ന്യൂസിൻ്റെ മാത്രമാണ് ഈ ക്യാൻഡിൽ കാണുന്നത്. അപ്പോൾ ഓൾറെഡി ബിയറിഷിലാണ് എല്ലാം മൂവ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് മന്തിൻ്റെ വീക്കിൻ്റെയൊക്കെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോയൊക്കെ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. നല്ല നല്ല സ്ട്രക്ചറിൽ നിന്നൊക്കെ ബൈ നോക്കാവുന്നത്. എന്ന് വെച്ചാൽ 2 സൈഡിലേക്കും പ്രൈസ് റിയാക്ഷൻ തരുന്നുണ്ട്. ഈ ആഴ്ച കൂടുതൽ സെല്ലിലേക്കാണെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ബൈയിലേക്കും ഗോൾഡിൽ തരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഗോൾഡിൽ കേട്ടോ, മറ്റുള്ളതിലൊക്കെ കൂടുതലും സെല്ലാണെങ്കിൽ സെല്ലിലേക്ക് തന്നെ നോക്കാം. അപ്പോൾ ഡിസംബർ മാസമാണ്, ട്രേഡിംഗ് വോളിയൊക്കെ കുറവുള്ള മാസമായിരിക്കും. പക്ഷേ ഡിസംബറിൻ്റെ എൻഡാണ്, അപ്പോൾ ട്രേഡിംഗ് വോളി ഏറ്റവും കുറവ് വരുന്നൊരു ആഴ്ചയായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഞാൻ പറയുന്നത് നല്ല നല്ല ട്രേഡ്സുകൾ കിട്ടാം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ നല്ല മൂവ്മെൻറ്റ്സ് കിട്ടാം. കഴിഞ്ഞ
ഡിസംബറിലൊക്കെ ഞാൻ ട്രേഡ് എടുത്തത് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ നല്ല മൂവ്മെൻറ്റ്സ് കിട്ടാൻ ചില സമയത്ത് നോക്കിയാൽ പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ വീക്ക് ട്രേഡ് എടുക്കുന്നവർക്കും പ്രോഫിറ്റ് ഉണ്ടാകുന്നു 100% ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്നും ഈ മാസവും അതേപോലെ ഈ വർഷവും എല്ലാവർക്കും ബെസ്റ്റ് ഇയർ ആകട്ടെ. നമ്മൾ പ്രോഫിറ്റ് വെച്ചെല്ലാം നോക്കേണ്ടത് ബിഗിനേഴ്സിനോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് എന്തൊക്കെ മനസ്സിലായി അതൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ജേണലൊക്കെ എഴുതി അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് ഇയറിൽ ട്രേഡ് ചെയ്യാനായിട്ട് വരിക. നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. തെറ്റായ രീതിയിൽ ട്രേഡിങ്ങിലേക്ക് പോകാതെ നല്ല എക്സ്പീരിയൻസിലൂടെ മാത്രം പോയി നല്ലൊരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് മാറുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്ക് ഞാൻ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.